ഹലോ എവരിബഡി. കേരള കൾച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൻ്റെ സിലബസിൽ കേരള റിലേറ്റഡ് ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരള കൾച്ചർ എന്നുള്ളത്. കേരള റിലേറ്റഡ് ടോപ്പിക്കായിട്ട് കേരള എക്കണോമി പഠിക്കാനുണ്ട്, കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്, കേരള ജിയോഗ്രഫി പഠിക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള കൾച്ചർ എന്നുള്ളത്. കേരള കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ സിലബസിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ ഏതൊക്കെയാണെന്ന് ആണ് ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ഒന്ന്, ഡാൻസ് ഫോംസ്, കേരളത്തിൻ്റെ നൃത്തരൂപങ്ങൾ. അതിൽ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസ് ഫോംസ് ഉണ്ട്. അതിനെയാണ് ഡാൻസ് ഫോംസ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് പെയിൻറ്റിങ്സ് ആണ്. കേരളത്തിൻ്റെ വളരെ സവിശേഷതയാർന്ന പെയിൻറ്റിങ്സ്. അതിൽ ചുവർ ചിത്രങ്ങൾ വരുന്നു, അതേപോലെ തന്നെ ഗുഹാചിത്രങ്ങളുണ്ട് കേരളത്തിൽ, രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്. ഇതൊക്കെയാണ് പെയിൻറ്റിങ്സ് എന്നുള്ള ഹെഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെയുള്ളത് സ്കൾപ്ചേഴ്സ് ആണ്. സ്കൾപ്ചേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ശില്പകല എന്ന് മലയാളത്തിൽ പറയും അല്ലേ? പെയിൻറ്റിങ്ങിന് ചിത്രകല എന്ന് പറയുന്ന പോലെ സ്കൾപ്ചറിന് ശില്പകല എന്ന് പറയും. ശില്പങ്ങൾ മലയാളത്തിൻ്റെ ക്ഷേത്രങ്ങൾ, കേരളത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ ശില്പകലകൾ വികാസം പ്രാപിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം സൗത്ത് ഇന്ത്യൻ കൾച്ചറിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളിലുള്ളത്. അതേപോലെ തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധയാകർഷിച്ച സ്കൾപ്ചേഴ്സ്, ഉദാഹരണത്തിന് കാനായി കുഞ്ഞിരാമൻ പോലെയുള്ള കലാകാരന്മാരുടെ സ്കൾപ്ചേഴ്സൊക്കെ കേരളത്തിൽ വളരെ ശ്രദ്ധയാർജിച്ച ശില്പങ്ങളാണ്. അതും നമ്മൾ സ്കൾപ്ചേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നുണ്ട്. മറ്റൊന്ന് കേരളത്തിൻ്റെ ആർക്കിടെക്ചറാണ്. നമുക്കറിയാം കേരളത്തിന് തനതായിട്ടുള്ള ഒരു വാസ്തുവിദ്യ ശൈലിയുണ്ട്. കേരളത്തിൻ്റെ ആർക്കിടെക്ചർ ഫോംസ് ആണ് ഇവിടെ ആർക്കിടെക്ചർ എന്നുള്ള ഹെഡിങ്ങിൽ നമുക്ക് വരുന്നത്. പിന്നെയുള്ളത് ട്രൈബൽ കൾച്ചർ. കേരളത്തിൽ ഏകദേശം 8 to 10% ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് പോപ്പുലേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു ദ്രവീഡിയൻ കൾച്ചർ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് കേരളത്തിലെ ട്രൈബൽസ് ആണ് എന്നൊക്കെ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ പറയാറുണ്ട്. അപ്പോൾ കേരളത്തിലെ സവിശേഷമായിട്ടുള്ള ട്രൈബൽ കൾച്ചർ, ഗോത്ര സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് വിവിധ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ്, അവർ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കാണുന്നത്, ഏതൊക്കെ ജില്ലകളിൽ, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അവർ പ്രധാനമായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ പിന്നെ അവരുടെ കലാരൂപങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ട്രൈബൽ കൾച്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ സിലബസിൽ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, അതൊക്കെയാണ് പിൽഗ്രിമേജ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. ദെൻ ടൂറിസ്റ്റ് പ്ലേസസ്, കേരളത്തിൽ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. നമുക്കറിയാം കേരളത്തിൻ്റെ സവിശേഷതയാണ് ഭൂപ്രകൃതി കൊണ്ട് ഒരേ സമയം തീരവും അതേപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മലയോര മേഖലകളും എല്ലാം ചേർന്ന് വളരെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകൾ, ടൂറിസ്റ്റ് പോസിബിലിറ്റീസ് ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ലോക ശ്രദ്ധയാർജിച്ച ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ദെൻ അതേപോലെ തന്നെ ഫോക്ക് കൾച്ചർ, കേരളത്തിൻ്റെ തനതായിട്ടുള്ള നാടോടി സംസ്കാരം, അതാണ് ഫോക്ക് കൾച്ചർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് ദൃശ്യകലകളായിട്ടുള്ള വിഷ്വൽ ആർട്സ് ആയിട്ടുള്ള സിനിമ, നാടകം അഥവാ തിയേറ്റർ. ഇവ രണ്ടും സിലബസിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞ വേർഡ്സാണ്. സിനിമ, തിയേറ്റർ. കേരളത്തിൻ്റെ സിനിമ എങ്ങനെ തുടങ്ങുന്നു, അതിൻ്റെ ആരംഭം നമുക്കറിയാം. വിഗതകുമാരൻ തൊട്ടുള്ള കേരളത്തിൻ്റെ സിനിമയുടെ ചരിത്രം, അതിൽ പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട തീമുകൾ, ഇന്ന് കേരളത്തിൻ്റെ സിനിമ എവിടെ എത്തിയിരിക്കുന്നു, അതാണ് സിനിമ എന്നുള്ളത്. തിയേറ്റർ അതുപോലെ തന്നെ നാടകം എന്നുള്ളതും സമാനമായിട്ട് തന്നെ കേരളത്തിൻ്റെ നാടക ചരിത്രം, അതിൽ ആരൊക്കെയാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതാണ് തിയേറ്റർ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഇതാണ് കേരള കൾച്ചർ അല്ലെങ്കിൽ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ളതിൽ വരുന്ന പ്രധാനപ്പെട്ട സബ് ടോപ്പിക്. അപ്പോൾ നമുക്കറിയാം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മൾ കൾച്ചർ ഓഫ് കേരള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ പലപ്പോഴും പറയും കേരളത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് സവിശേഷമാണ്, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളെക്കാൾ
ഒരുപാട് വ്യത്യസ്തതകൾ കൊടുക്കുന്ന, ഒരുപാട് വൈവിധ്യങ്ങൾ പെടുന്ന, അധികം പുരോഗമനപരമായിട്ടുള്ള ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റെതെന്ന് നമ്മൾ പറയാറുണ്ട്. കേരള നമ്പർ 1 എന്നൊക്കെ നമ്മൾ പല ടാഗ് ലൈൻസും കാണിക്കാറുണ്ട്. സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരിക പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും അത്തരത്തിലുള്ളൊരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്. അതുപോലെ തന്നെ ദേശീയ സൂചികകളും അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇത് പ്രധാനമായിട്ടും KS-ന്റെ മെയിൻസ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ടോപ്പിക്കാണ്. കുറച്ച് സബ്ജക്റ്റീവായിട്ടുള്ള ടോപ്പിക്കാണ്. കേരള കൾച്ചർ എന്താണ് നമ്മൾ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരള കൾച്ചർ എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? കൾച്ചർ എന്ന് പറഞ്ഞാൽ സ്വതവേ ഒരു ജനസമൂഹത്തിൻ്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ വേ ഓഫ് ലൈഫ്, അതിൻ്റെ നോംസ്, ബിലീവ്സ്, റിച്വൽസ്, ഇതെല്ലാം കൂടി വരുന്നതാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ജീവിത രീതി, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, ഇതെല്ലാം കൂടെ വരുന്നതാണ് കൾച്ചർ എന്ന് പറയുന്ന വലിയൊരു ടേം. അതുപോലെ തന്നെ അതിൻ്റെ കലാപരമായിട്ടുള്ള സവിശേഷതകളും, ആർട്സ് ആൻഡ് അതർ മാനിഫെസ്റ്റേഷൻസ് എല്ലാം കൂടെ വരുന്നതാണ് കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരം ഒരു കൾച്ചർ കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണ് എന്നാണ് കേരള കൾച്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് തന്നെ പറയാം. അതുപോലെ തന്നെ അതൊരു അമാൽഗമേറ്റഡ് കൾച്ചറാണ്. ഒരുപാട് സാംസ്കാരിക സംഭാവനകളുടെ ഒരു മിശ്രിതമാണ് കേരളത്തിൻ്റെ കൾച്ചർ. പക്ഷേ കേരളത്തിന് യുണീക്ക് ആയിട്ടുള്ള ഒരു തനതായിട്ടുള്ള സംസ്കാരമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. വാരിയസ് കമ്മ്യൂണിറ്റീസ് നിന്ന് കേരളത്തിൻ്റെ കൾച്ചറിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാതെ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, ഉദാഹരണത്തിന് ജ്യൂസ്, ലോകത്തിൻ്റെ ഒരുപാട് ദൂരെയുള്ള, കേരളത്തിന് ഒരുപാട് ദൂരെയുള്ള ജ്യൂസ് കമ്മ്യൂണിറ്റി കേരളത്തിൻ്റെ കൾച്ചറിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആൻഷ്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട് റോം, ഗ്രീക്ക്, ഇവരുമായിട്ടൊക്കെ കൾച്ചറൽ എക്സ്ചേഞ്ചസിൽ നമുക്ക് നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ചരിത്രത്തിൽ ഇങ്ങോളം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ ഇന്ത്യയുടെ സംസ്കാരത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിക്ക് പറയുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ടാഗ് ലൈൻ കേരളത്തിൻ്റെ സംസ്കാരത്തിനും നമുക്ക് എടുത്തുപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. സോ എങ്ങനെയാണ് നമ്മൾ ഈ സവിശേഷമായ സംസ്കാരം എന്നിങ്ങനെ നിരന്തരം പറയുന്നല്ലാതെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ആ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തിന് കാരണമായത് എന്നും കൂടെ നമ്മളിവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്കതിൽ ആദ്യത്തെ ഘടകം വരുന്നത് ഇവിടുത്തെ ജോഗ്രഫി, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ്. പടിഞ്ഞാറ് കടൽ തീരവും കിഴക്ക് സഹ്യപർവ്വത മലനിരകളും, അതായത് വെസ്റ്റേൺ ഗട്ട്സും ഉള്ള കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതി കേരളത്തിൻ്റെ ഈ തനതായ സംസ്കാരത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ സ്വാധീനത്താൽ ഇവിടെ കൃത്യമായിട്ട് പെയ്യുന്ന കാലവർഷം അല്ലെങ്കിൽ മൺസൂൺ സീസൺ അത് ഇവിടുത്തെ അഗ്രികൾച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് ഇവിടുത്തെ ഭക്ഷണക്രമങ്ങൾ വരുന്നത്. അതനുസരിച്ചാണ് ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചാണ് ഇവിടെ വേഷവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ സവിശേഷമായ ഈ ഭൂപ്രകൃതി കേരളത്തിൻ്റെ സംസ്കാരത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സീ ബോർഡർ ഉള്ളത് കൊണ്ട് തന്നെ വെസ്റ്റേൺ കൺട്രീസുമായിട്ടും അല്ലെങ്കിൽ ആൻഷ്യൻ റോമുമായിട്ടും ആൻഷ്യൻ ഗ്രീക്കുമായിട്ടൊക്കെ കേരളത്തിന് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അതാണ് പ്രസൻസ് ഓഫ് സീ ബോർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയിലുള്ള ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്, അത് കേരളത്തിൻ്റെ കൾച്ചറിൽ വളരെ സവിശേഷമായിരുന്നിട്ട ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ ട്രേഡും എക്കണോമിക് പ്രോമിനൻസും കേരളത്തിൻ്റെ ഈ സവിശേഷമായിരുന്ന കടൽ തീരമുള്ളത് കൊണ്ട് ആൻഷ്യൻ ഹിസ്റ്ററി മുതൽ കേരളത്തിന് ട്രേഡ് വളരെ കൂടുതലായിട്ട് നടന്നിരുന്നു എന്ന് നമുക്ക് പറയാം. കേരളത്തിൻ്റെ പട്ടണം എന്ന് പറയുന്ന, എറണാകുളം ജില്ലയിലെ പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അടുത്ത് നടന്ന എക്സ്കവേഷൻസിൽ കൂടി ഒരുപാട് റോമൻ കോയിൻസ്, ആൻഷ്യൻ ടൈമിലുള്ള റോമൻ കോയിൻസ് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് മാതൃകയിലുള്ള ഒരുപാട് ആർട്ടിക്കിൾസ്, യൂട്ടൻസിൽസ്, അങ്ങനത്തെയുള്ള ഒരുപാട് ഗാർഹിക ഉപകരണങ്ങളൊക്കെ ഈ അടുത്ത് എക്സ്കവേഷൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൾച്ചറൽ ഹിസ്റ്ററിയിൽ കേരളത്തിൻ്റെ വലിയൊരു
കൾച്ചറൽ ലെഗസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുതന്നെയാണ് ഫോറിൻ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഫോറിൻ റിലേഷൻ മാത്രമല്ല, ആൻഷ്യൻ ടൈം തൊട്ട് കേരളത്തിന് വിദേശ ബന്ധങ്ങളുണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ സംസ്കാരത്തിനെ സംഭാവന ചെയ്തിട്ടുമുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ഗൾഫ് മൈഗ്രേഷൻ, 90-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഗൾഫ് മൈഗ്രേഷൻ, അത് ധാരാളം വിദേശ നാണ്യം കേരളത്തിലേക്ക് വരാനും കേരളത്തിൻ്റെ സമൂഹത്തിൽ എക്കണോമിക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി കൂടാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സ് റിലീജിയൻസ്, ഹിന്ദു, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ ഒരു സംഗമസ്ഥാനം കൂടിയാണ് കേരളം. നമുക്കറിയാം, തൊട്ടടുത്ത് തന്നെ ഇപ്പം ഒരു സിറ്റിയിലെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ ഈ വിവിധ മതവിഭാഗങ്ങളുടെ ആലയങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നമുക്കത് ഉത്തരേന്ത്യയിൽ അധികം കാണാൻ കഴിയാത്ത ഒരു റിലീജിയസ് ടോളറൻസ് ആണത്. നോർമലി നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ശരിക്കും അത്ഭുതപ്പെടാറുണ്ട് ഈ ഒരു റിലീജിയസ് ടോളറൻസ് അല്ലെങ്കിൽ ഈ ഒരു റിലീജിയസ് ഡൈവേഴ്സിറ്റി കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ നിരന്തരം പ്രോഗ്രഷനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റേത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളതെന്ന് പറയാം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ നടന്ന സോഷ്യൽ റിനൈസൻസ് ആണ്. അതായത് നമ്മൾ കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ പഠിച്ചതുപോലെ 19-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾ ധാരാളം നടന്നിരുന്നു. ഇന്ത്യയിൽ അതേപോലെ ശ്രമങ്ങൾ നടന്നത് ബംഗാളിലാണെങ്കിൽ അതിന് സമാന്തരമായി തന്നെ അതിശക്തമായിട്ട് തന്നെ, ഉദാഹരണത്തിന് ഇന്ത്യയിൽ തന്നെ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നടന്നത് കേരളത്തിലാണ്. അപ്പം ഇങ്ങനെയുള്ള സോഷ്യൽ റിനൈസൻസും കേരളത്തിൻ്റെ ഈ ഒരു കൾച്ചറൽ ലെഗസിക്ക് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് ഈ സവിശേഷമായ സംസ്കാരത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി എന്താണ് ഈ സവിശേഷതകൾ എന്നും കൂടെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. അതിൽ ഒന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് റിലീജിയസ് ടോളറൻസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. വിവിധ മതസ്ഥർ വളരെ മതസൗഹാർദ്ദത്തോടുകൂടി ഒരുമിച്ച് കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. വിവിധ മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ മത വേർതിരിവില്ലാതെ തന്നെ ആഘോഷിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, റംസാൻ ആയിക്കോട്ടെ, എല്ലാ വിഭാഗങ്ങളും തന്നെ ആഘോഷമാക്കി മാറ്റുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് റിലീജിയസ് ടോളറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഒരേ സമയം മോഡേണുമാണ് അതേസമയം ട്രഡീഷണലുമാണ്. ഉദാഹരണത്തിന് ട്രഡീഷണൽ ആയിട്ടുള്ള കളരിപ്പയറ്റ് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന കുട്ടികളുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ മോഡേൺ ആയിട്ടുള്ള ജിമ്മുകളും ശരീര സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജിമ്മുകളും കേരളത്തിലുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മുണ്ട്. വളരെ നൂറ്റാണ്ടുകളായിട്ട് കേരളം ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് മുണ്ടും വേഷ്ടിയും എന്നുള്ളതൊക്കെ. അപ്പം അതുകൊണ്ട് അതേസമയം തന്നെ വളരെ വെസ്റ്റേൺ ആയിട്ടുള്ള ഡ്രസ്സസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ട്രഡീഷണൽ ആയിട്ടുള്ള സ്പോർട്സുകൾ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. വള്ളംകളി വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ലോകത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു സ്പോർട്സാണ്. അതേസമയം മോഡേൺ ആയിട്ടുള്ള ഫുട്ബോളോ ക്രിക്കറ്റോ ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മിക്സ്ചർ ഓഫ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ വാല്യൂസ് അല്ലെങ്കിൽ മോഡേൺ കൾച്ചർ എലമെൻറ്റ്സ് അത് കേരളത്തിൽ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതാണ്. അതേസമയം കാസ്റ്റ് സിസ്റ്റം കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ശേഷവും കാസ്റ്റ് സിസ്റ്റം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഇപ്പം വിവാഹത്തിൻ്റെ സമയത്ത് കാസ്റ്റ് നോക്കി കല്യാണം കഴിക്കുക എന്നുള്ളത് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ ജാതി പേരുകൾ, ഇത് പേരിൻ്റെ കൂടെ ജാതി പേര് വെക്കുക എന്നുള്ളത് അതൊക്കെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഇന്നും നിലനിൽക്കുന്ന എലമെൻറ്റ്സ് ആണ്. അപ്പം കാസ്റ്റ് സിസ്റ്റം കേരള സൊസൈറ്റിയുടെ ഒരു ഫീച്ചർ തന്നെയാണ്. ദെൻ സെക്യുലാരിസം എന്ന് വെച്ചാൽ മതനിരപേക്ഷമായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സെക്യുലർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതാണ് സെക്യുലാരിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലീജിയസ് ടോളറൻസിൻ്റെ തന്നെ മറ്റൊരു ഘടകമാണ് സെക്യുലാരിസത്തിൽ വരുന്നത്. പാട്രിയാർക്കൽ എലമെൻറ്റ്സ് നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി തന്നെയാണ് കേരളം. ഇപ്പോൾ എത്രയൊക്കെ പുരോഗമനം
പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പാട്രിയാർക്കൽ എലമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാട്രിയാർക്കൽ എലമെന്റ്സ് ഉണ്ട് എന്ന് തന്നെ പറയണം. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരുതരം പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. പാട്രി ലൊക്കാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ അതിന് പറയും. ഡൗറി സിസ്റ്റം ഇന്നും കേരളത്തിലുണ്ട്, പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയതിനു ശേഷവും ജോലിക്ക് പോകാതിരിക്കുക, പുരുഷൻ ജോലിക്ക് പോകുന്ന അവസ്ഥ കേരളത്തിൻ്റെ സമൂഹത്തിലുണ്ട്, പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് കേരളത്തിലെ പല വീടുകളിലും പുരുഷന്മാരിൽ അധിഷ്ഠിതമായിരിക്കുന്നു, പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ പാട്രിയാർക്കൽ എലമെന്റ്സ് കേരളത്തിൻ്റെ ഒരു സാലിയൻ ഫീച്ചറാണ് എന്ന് നമുക്ക് പറയാം, അതിനെ സമർത്ഥിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള എലമെന്റ്സും കേരളത്തിൽ വരുന്നു എന്നുള്ള കാര്യവും നമ്മൾ അംഗീകരിച്ച് പറ്റും. പാട്രിയാർക്കൽ എലമെന്റ്സ് മാത്രമല്ല, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള എലമെന്റ്സും കേരളത്തിൽ വരുന്നുണ്ട്. അത്തരം ലിബറൽ ആയിട്ടുള്ള വാല്യൂസിനെയും കേരള സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഉദാഹരണത്തിലൂടെ ഈ അടുത്ത് ഒരു വിദ്യാലയത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു. അത് വളരെ പുരോഗമനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുസമൂഹം അംഗീകരിക്കുന്നത്. സോ അത്തരം ജെൻഡർ ന്യൂട്രൽ എലമെന്റ്സ് കേരള സൊസൈറ്റിയുടെ ഭാഗമാണ്. മറ്റൊന്ന്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പർച്ചേസിങ് പവറുള്ള ഒരു മിഡിൽ ക്ലാസ് കേരള സൊസൈറ്റിയുടെ ഒരു സൈലന്റ് ഫീച്ചറാണ്. അവർ തന്നെയാണ് ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും, കേരള എക്കണോമിയായിട്ട് ലൈവാക്കി നിൽക്കുന്നതൊക്കെ കേരള സൊസൈറ്റിയുടെ ഒരു സ്ട്രോങ് മിഡിൽ ക്ലാസ് ഇവിടെ ഉണ്ട് ഉള്ളത് തന്നെയാണ്. മറ്റൊന്ന് കൺസ്യൂമറിസമാണ്. നമുക്കറിയാം 1956 കേരളത്തിൻ്റെ രൂപീകരണ സമയത്ത് ഏകദേശം മോർ ദാൻ 30% 40% ഒക്കെ ആയിരുന്നു അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള കേരള എക്കണോമിയുടെ കോൺട്രിബ്യൂഷൻ. എന്നാൽ ഇപ്പോൾ നോക്കൂ, അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ളത് 10%-ലും കുറവാണ് കേരളത്തിൽ. ഇന്ത്യയിൽ അഗ്രികൾച്ചർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിലും വളരെ കുറവാണ് കേരള എക്കണോമിയിൽ അഗ്രികൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ. അത് ഈ ഒരു സമൂഹം ഒരു കൺസ്യൂമറിസ്റ്റ് സ്റ്റേറ്റായി മാറി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഒരു ഉപഭോക്തൃ സമൂഹമായി കേരള സൊസൈറ്റി മാറിയിരിക്കുന്നു. നമ്മൾ പച്ചക്കറി, അരി ഇതെല്ലാം തന്നെ കൺസ്യൂം ചെയ്യുന്നത് നെയ്ബറിംഗ് സ്റ്റേറ്റ്സിൽ നിന്നായിട്ടുള്ള തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഇവിടെ നിന്നാണ് മാസമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റ് സാധനങ്ങൾ, മറ്റ് ഗുഡ്സ് ആണെങ്കിലും മാനുഫാക്ചറിങ് ഗുഡ്സ് ആയിക്കോട്ടെ, കേരളത്തിൽ വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരള സൊസൈറ്റി മാനുഫാക്ചറിങ് ഗുഡ്സിനെയും ആശ്രയിക്കുന്നത് പുറത്തു നിന്നുള്ള വരുന്ന കാര്യങ്ങൾക്കാണ്. അടുത്തത് ഫാസ്റ്റ് മോഡേണൈസേഷൻ. വളരെ പെട്ടെന്ന് തന്നെ ആധുനികീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത്. നമുക്കറിയാം, ആഗോളവൽക്കരണത്തിന് ശേഷം എല്ലാ പ്രാദേശിക മേഖലകളും തന്നെ ആഗോളതലത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് സാക്ഷരത നേടിയ ഒരു സംസ്ഥാനം വളരെ മുമ്പിൽ നിൽക്കുന്നു എന്നതാണ് ഫാസ്റ്റ് മോഡേണൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ വരുന്ന പുതിയ വാഹനങ്ങൾ, അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ രീതികൾ, അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ രീതികൾ, ഇതെല്ലാം തന്നെ ലോകത്തിൽ പലയിടത്തും പുതുതായിട്ട് പരീക്ഷിക്കപ്പെടുന്നത് തന്നെയാണ്. സോ അതുപോലെ തന്നെ വീടുകളിലാണെങ്കിലും ഫാസ്റ്റ് മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള എക്യുപ്മെൻസുകൾ, ഇതെല്ലാം ഫാസ്റ്റ് മോഡേണൈസേഷൻ അധികമായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ആധുനികവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് അർബനൈസേഷൻ. ഇതിൽ സ്ലൈഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഫാറ്റ് എന്നാണ് എഴുതിയത്, ഫാസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഫാസ്റ്റ്, വളരെ പെട്ടെന്ന് അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹം കൂടിയാണ് കേരളത്തിൻ്റെ. അർബൻ വാല്യൂസ് അല്ലെങ്കിൽ നാഗരികതയുടെ അംശങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രാമീണ മേഖലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. മറ്റൊരു സമൂഹത്തിന് മറ്റൊരു പ്രത്യേകതയാണ് ഏജിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് വളരെയധികം ഏറ്റവും കൂടുതൽ ഫലപ്രദമായി എടുത്ത സംസ്ഥാനം ആണ് കേരളം. അങ്ങനെ വന്നപ്പോൾ കേരളത്തിൻ്റെ യങ്ങർ ഏജ് പോപ്പുലേഷൻ കുറയുകയും കേരളത്തിൻ്റെ മിഡിൽ ഏജ് അല്ലെങ്കിൽ അപ്പർ ഏജ് പോപ്പുലേഷൻ കൂടുകയും ചെയ്യുന്ന ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൻ്റെ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏജിങ് പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഏജിങ് പോപ്പുലേഷൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 20% അല്ലെങ്കിൽ 15% താഴെയാണെങ്കിൽ ഇന്നത് 40% അടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ പോപ്പുലേഷൻ ഏജിങ് പോപ്പുലേഷൻ്റെ
പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഏജിങ് പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെയും കേരളത്തിൻ്റെ എന്താ പറയുക ആക്ടിവിറ്റിയും എക്കണോമിക് ആക്ടിവിറ്റിയും ഒക്കെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊന്ന് വുമൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻ്റ് ആണ്. നമുക്കറിയാം കേരള നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വുമൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും വുമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നിലകൊള്ളുന്ന ധാരാളം പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളെയും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വിമൻ എംപവർമെൻറ്റ് വളരെ ഫലപ്രദമായി നടന്നു എന്ന് കേരള സൊസൈറ്റിയെ പറ്റി പറയാം. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് കേരളത്തിലെ ഹൈ സെക്സ് റേഷ്യോ എടുത്തു കാണിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കേരളത്തിലെ വിമൻ ലിറ്ററസി, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കൂടുന്നു എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഉന്നത ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ജോലികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുന്നു. അത് എക്കണോമിക് ആക്ടിവിറ്റിയെ സഹായിക്കുന്നു. സോ ടോട്ടൽ എക്കണോമിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുന്നത് എന്നുള്ളത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനമായിട്ടുള്ള കാര്യമാണ്. അത് കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറയാം. സ്പിരിച്വലിസം ആൻഡ് മെറ്റീരിയലിസം. ഒരേ സമയം കേരള സമൂഹത്തിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ യോഗ ചെയ്യുന്നവരാണ്, നമ്മൾ ആത്മീയമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നതാണ്, അതേപോലെ തന്നെ വിശ്വാസങ്ങളിൽ നിലകൊള്ളുന്ന ഒരു സമൂഹമുണ്ട്. അതെല്ലാം സ്പിരിച്വലിസത്തിന്റെ ഭാഗമാണ്. അതേസമയം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെറ്റീരിയലിസം, ഭൗതികമായിട്ടുള്ള സുഖങ്ങൾക്കും ഭൗതികമായിട്ടുള്ള അസറ്റുകൾക്കും അല്ലെങ്കിൽ എന്താ പറയുക ആസ്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. കേരളത്തിൽ നിലനിന്നിരുന്ന മാട്രിയാർക്കൽ സിസ്റ്റം ഇല്ലാതായിട്ട് ഏകദേശം 80 വർഷത്തിന് മുകളിലായി. നിയമം മൂലവും സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയൊക്കെയാണ് അത് ഇല്ലാതായത്. അപ്പം അതിനുശേഷം കൂട്ടുകുടുംബ വ്യവസ്ഥ മാറുകയും പകരം അണുകുടുംബ വ്യവസ്ഥ ഉണ്ടാവുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം, അല്ലെങ്കിൽ സമൂഹമാണ് കേരളം. അപ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലീസിൽ നിലനിൽക്കുമ്പോഴും ജോയിന്റ് ഫാമിലിയുടെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അബ്സല്യൂട്ട്ലി ശരിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾക്ക് ഇപ്പോൾ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലെല്ലാം തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. നമ്മുടെ കസിൻസ്, നമ്മുടെ റിലേറ്റീവ്സ് അവരെല്ലാവരും ഉള്ള ആ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ ഒരു വിശ്വാസം, സ്നേഹം, ഷെയറിങ്, പങ്കാളിത്തം മനോഭാവം, അതെല്ലാം നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പം ന്യൂക്ലിയർ ഫാമിലീസ് വിത്ത് ജോയിന്റ് ഫാമിലി വാല്യൂസ് എന്ന് പറയുന്നതും കേരള സൊസൈറ്റിയുടെ ഒരു സാലിയന്റ് ഫീച്ചറായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയുമായിട്ട് ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മൾ ഈ പറഞ്ഞതിലെ ചില ഘടകങ്ങളെ. ഉദാഹരണം പറയുകയാണെങ്കിൽ മോഡേൺ വാല്യൂസ് വിത്ത് കീപ്പിംഗ് ട്രഡീഷണൽ വാല്യൂസ്. അത് ഇന്ത്യൻ സൊസൈറ്റിയിലും ഉള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ സൊസൈറ്റിയും ഇതേപോലെ തന്നെ മോഡേൺ വാല്യൂസിനെയും ട്രഡീഷണൽ വാല്യൂസിനെയും ഒരുപോലെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. മറ്റൊന്ന് നോക്കാനുള്ളത് എന്താ പറയുക കൺസ്യൂമറിസം. അത് കേരളത്തിൻ്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ അങ്ങനെയല്ല. ഇന്ത്യൻ സൊസൈറ്റി കുറച്ചുകൂടെ ടോട്ടലി നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രൊഡക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൊസൈറ്റിയാണ്. ഫാസ്റ്റ് മോഡേണൈസേഷൻ അത് കേരളത്തിൽ കുറച്ചുകൂടെ കൂടുതലാണ്. ഫാസ്റ്റ് അർബനൈസേഷൻ, ഇന്ത്യയിലും അർബനൈസേഷൻ ഉണ്ട്, ഫാസ്റ്റായിട്ട് തന്നെ അർബനൈസേഷൻ നടക്കുന്നത്. പക്ഷെ കേരളത്തിലായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. കേരളത്തിൽ നടക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് അർബനൈസേഷനാണ്. അതായത് ഒരു സിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള വില്ലേജസിനെ, ഗ്രാമങ്ങളിലേക്ക് തന്നെ ആ അർബൻ കൾച്ചറിൻ്റെ എലമെന്റ്സ്, ആ അർബൻ ഫെസിലിറ്റീസ് അതെല്ലാം ഡീസെൻട്രലൈസ് ചെയ്ത് പോയി സിറ്റികൾ തമ്മിലുള്ള അകലം കുറഞ്ഞ് കണക്ഷൻ വരുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ അർബനൈസേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ ടോട്ടൽ ജോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ അർബനൈസേഷൻ കുറച്ചുകൂടെ സെൻട്രലൈസ്ഡ് ആണ്. അതായത് അർബൻ ഫെസിലിറ്റീസ് ഉള്ള ഏരിയയിൽ തന്നെ കൂടുതൽ അർബൻ ഫെസിലിറ്റീസ് വരികയും ഗ്രാമങ്ങൾ അതേപോലെ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഒരു അർബനൈസേഷൻ നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏജിങ് പോപ്പുലേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2030 എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ യങ് പോപ്പുലേഷന്റെ ഏറ്റവും ഫ്ലവറിഷിംഗ് ആയിട്ടുള്ള ഏജസ് ആയിട്ടാണ് വേൾഡ് എക്കണോമിക് ഫോറം അടക്കമുള്ള ലോക സംഘടനകൾ വിലയിരുത്തുന്നത്. സോ ഇന്ത്യയിലുള്ളത് ഒരു യങ് പോപ്പുലേഷനാണ്. അതായത് ടോട്ടൽ പോപ്പുലേഷനിൽ യങ് പീപ്പിളിന്റെ പെർസെൻറ്റേജ് കൂടുതലാണ്. കേരളത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ത്യയിൽ. വുമൺ എഡ്യൂക്കേഷനും എംപവർമെന്റും
കേരളത്തിൻ്റെ പുരോഗമനത്തിൽ കുറച്ചുകൂടെ പ്ലസ് ആണ്. സ്പിരിച്വലിസം ആൻഡ് മെറ്റീരിയലിസം നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും ഒരുപോലെ പറയാൻ പറ്റുന്നതാണ്. ന്യൂക്ലിയർ ഫാമിലീസ് വിത്ത് ജോയിന്റ് ഫാമിലി വാല്യൂസ് അതും ഇന്ത്യയിലും കേരളത്തിലും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് കേരള സൊസൈറ്റിയും ഇന്ത്യൻ സൊസൈറ്റിയും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇത് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങളുടെ നിത്യ ജീവിതത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിലൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പല കേരളത്തിൻ സൊസൈറ്റിയുടെ പല എലമെന്റ്സും പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ലൈക്ക് ജോയിന്റ് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ വാല്യൂസ് അതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് കേരള സൊസൈറ്റിയുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ലൈക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്ലുവൻസ്, അതൊക്കെ കേരള സൊസൈറ്റിയിൽ വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങളാണ്. പ്രൈമറി എഡ്യൂക്കേഷൻ, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ വളരെ നേരത്തെ കിട്ടിയ സംസ്ഥാനമാണ് അല്ലെങ്കിൽ സമൂഹമാണ് കേരളം. അപ്പോൾ അതൊക്കെ കേരള സൊസൈറ്റിയുടെ സൈലന്റ് ഫീച്ചറായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിച്ച് ആക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മെയിൻസ് എക്സാമോ കേരള KS മെയിൻസിന് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് ചോദ്യം വരാവുന്ന ഒരു ടോപ്പിക്കാണത്. പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടോപ്പിക്ക് അത്ര ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, താങ്ക് യു.